ഓഫീസർ ഓൺ ഡ്യൂട്ടി. ജിത്തു അഷ്റഫ് എന്ന നടനെ ഇരട്ടയിൽ കണ്ടിട്ടുണ്ട്. സെക്കൻഡ് യൂണിറ്റ് അസിസ്റ്റൻ്റ്. ഓക്കെ. ആക്ഷൻ ഹീറോ ബിജുവിൽ. ഇലവീഴ പുഞ്ചിറയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ഇയാൾ അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ മിക്കവാറും പോലീസ് വേഷങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിലും നല്ലൊരു പ്രതിഭയുള്ളൊരു ആക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. ചെറിയൊരു ക്യാരക്ടറാണെങ്കിൽ പോലും അതൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ട് അദ്ദേഹം അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടേഴ്സിനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ റോൾസിൻ്റെ ഇടയിൽ പോലും വളരെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു ആക്ടറാണ്. എന്തായാലും അദ്ദേഹം ഒരു നല്ല ടെക്നീഷ്യനും കൂടിയാണ്, നല്ലൊരു ഡയറക്ടർ കൂടിയാണെന്നുള്ളത് ഈ സിനിമയിൽ തെളിയിച്ചിരിക്കുന്നത്. കാരണം ഈ സിനിമയുടെ ഒരു പേസ് തുടക്കം മുതൽ തിരക്കഥ ഗംഭീരമാണ്. ആ തിരക്കഥയിലൊക്കെ ഉണ്ടാക്കുന്ന കുറേ ട്വിസ്റ്റും ടേൺസും ഒക്കെയാണ് സിനിമയെ അങ്ങോട്ട് ഫുള്ളി എൻഗേജ് ആവും. ശരിക്കും ഒരു ഇമ്മേഴ്സീവ് എഫക്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. ആ തുടക്കം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ എല്ലാം കൂടെ സ്കാറ്റേഡായിട്ട് ഇട്ടിട്ട് എല്ലാം കൂടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഫൈനലാണ് അദ്ദേഹം കറക്റ്റ് അറേഞ്ച്മെൻറ്റ് വെക്കുന്നത്. അത് എവിടെയെങ്കിലുമൊക്കെ പാളിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവുന്നതാണ് പൊതുവെ സിനിമകളിൽ. പക്ഷേ ഇത് പെർഫെക്റ്റ്, വെൽ സിങ്ക്രണൈസ്ഡ് ആൻഡ് വെൽ എക്സിക്യൂട്ടഡ് മൂവി. ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്ന ഷാഹി കബീർ എന്ന് പറഞ്ഞ മറ്റൊരാളാണ്. ഞാൻ ജിത്തു അഷ്റഫ് തന്നെയാണെന്ന് വിചാരിച്ചത്. ഗംഭീര തിരക്കഥ, ഗംഭീര ഡയറക്ഷൻ. പിന്നെ ഇതിനകത്ത് എനിക്കൊരു ഡ്രോബാക്കായിട്ട് തോന്നിയത്, അത് പറയുന്നതിന് മുമ്പേ കുഞ്ചാക്കോ ബോബൻ എന്ന ആക്ടറുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പറയണം. വളരെ ഒരു ചോക്ലേറ്റ് ബോയ് ആയിട്ടും എന്നാൽ അദ്ദേഹത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് വേറെ ലെവല്. ഇത് ആ പേര് പോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി. വളരെ റെയറായിട്ട് കാണുന്ന പോലീസ് ഓഫീസേഴ്സിനുണ്ടാകുന്ന ഒരു മാനറിസം. പിന്നെ ഇദ്ദേഹത്തിന് ഈ ക്യാരക്ടറിനെ ആദ്യം കാണിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം ഒത്തിരി സൈക്കോളജിക്കലി വീക്കാണ്. ഏതോ മെൻ്റൽ അസൈലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്നൊക്കെ വന്നതുപോലെയാണ് നമ്മൾ ആദ്യം ആ ക്യാരക്ടറെ കാണുമ്പോഴേ തോന്നുന്നത്. അത്രയ്ക്ക് ഭയങ്കര ഒരു അഡ്ഡമൻ്റ് ആയിട്ടുള്ളൊരു ഓഫീസറായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ്, ആ ഒരു ഔട്ട്ഫിറ്റ്, ഉള്ള മേക്കപ്പിൽ വരുത്തിയിരിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുറേ വർക്ക് ചെയ്തതുപോലെ ആയതാണെന്ന്. ഫിസിക്കലി നല്ല ഫിറ്റായിട്ടുള്ളൊരു ഓഫീസറും കൂടെയാണ്. അപ്പോൾ അത്രയും ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ കുഞ്ചാക്കോ ബോബൻ്റെ കരിയറിൽ കണ്ടിട്ടില്ല. സോ അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ആ ആളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ആ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായി ഈ സിനിമ അവസാനം വരെ ഈ ക്യാരക്ടർ അങ്ങ് കൊണ്ടുപോയിക്കുള്ളൂ എന്നുള്ളത്. സേഫാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലെന്ന് മനസ്സിലായ ക്യാരക്ടർ. സിനിമയുടെ ആ ഒരു പേസ്, ഇനീഷ്യൽ പേസ് മുതൽ അങ്ങോട്ട് സിനിമയെ കൊണ്ടുപോകുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു സപ്പോർട്ടിലൂടെയാണ്. അത് ഗംഭീരമാണ്. ജേക്സ് ബിജോയാണ് ചെയ്തിരിക്കുന്നത്, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ അതാണ് ചില സിനിമകളെ പവർ പാക്കാക്കി മാറ്റുന്നതിൽ മ്യൂസിക്കിൻ്റെ ഒരു റോള് ഗംഭീരമാണ്. അത് ഈ സിനിമയിലെ ഓരോരോ സീനുകളെയും ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ആക്ഷൻ സീക്വൻസുകൾ ഗംഭീര ഫൈറ്റൊക്കെയാണ്. അതെനിക്ക് തോന്നുന്നു ഒത്തിരി പുറത്തുനിന്നൊക്കെ നല്ല സ്റ്റണ്ട്മാനൊക്കെ വെച്ചൊക്കെ ചെയ്തിരിക്കുന്നതാണ്. അത് കോറിയോഗ്രഫി ചെയ്തിരിക്കുന്ന ആരാണെന്ന് നോക്കട്ടെ. കുറച്ച് സ്റ്റണ്ട്സേ ഉള്ളൂ, പക്ഷേ എങ്കിലും അത് വളരെ മികച്ച രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി അതും എടുത്ത് പറയേണ്ടതാണ്. സിനിമാറ്റോഗ്രഫി റോബി വർഗീസ് രാജ്, എഡിറ്റിംഗ് ചമ്മൻ ചാക്കോ. ഇത് സ്റ്റണ്ട് കൊടുത്തിട്ടില്ലേ. ഫൈറ്റിൻ്റെ ആ ഒരു പഞ്ച് സിനിമാറ്റോഗ്രഫി കൂടെയാണ് നമുക്കത് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ എനിക്ക് ഇതിനകത്തൊരു ഡ്രോബാക്കായിട്ട് തോന്നിയത് ഇതിനകത്ത് ഉള്ള വില്ല കഥാപാത്രങ്ങൾ. ഇപ്പോൾ ഡ്രഗ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു തലമുറ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. ഒന്ന് ആ ആക്ടേഴ്സിനെ സെലക്ട് ചെയ്തതിലൊക്കെ കുറച്ച് പാകപ്പിഴകൾ തോന്നി. അവരൊക്കെ ശരിക്കും ഡ്രസ് കോഡിലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഈ സമൂഹത്തിൽ ഈ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നവരെല്ലാം ഈ ഒരു ഔട്ട്ഫിറ്റിലാണ് നടക്കുന്നത്. അതെനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നി. അത് എല്ലാ സിനിമകളിലും ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ സമൂഹത്തിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പയ്യന്മാരെ അല്ലെങ്കിൽ അങ്ങനെ ഹെയർ കട്ട് ചെയ്ത് ലോങ് ഹെയർ വെച്ച് അല്ലെങ്കിൽ ഇതുപോലെ സൈഡൊക്കെ ഇങ്ങനെ ജീവി മിനുക്കി നടക്കുന്നവരൊക്കെ പിടിച്ചാത്തിടേണ്ട അവസ്ഥയല്ലേ. അല്ലാതെ ടാറ്റു ഒക്കെ ചെയ്ത് മാനവും മര്യാദയായിട്ട് ജീവിക്കുന്നവർ കാണത്തില്ലേ. കുറച്ച് ലോങ് ഹെയർ ആയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഔട്ട്ഫിറ്റിൽ നടക്കുന്ന ആളുകളാണ്. അവരും ഇത് കാണുമ്പോഴത്തേക്ക് അവരുടെ മനസ്സ് രജിസ്റ്റർ ആവുന്നതും ഇത് മറ്റേ ഡ്രഗ് അഡിക്ട്സ് ആണെന്നൊക്കെ ഉള്ള അങ്ങനെയൊക്കെ അതൊരു എല്ലാ സിനിമകളിലും ഇങ്ങനെ തന്നെ ആളുകളെ പ്രസൻറ്റ് ചെയ്യുന്നതിനോടുള്ളൊരു വിയോജിപ്പ് തോന്നി. ഇപ്പം ഞാനിത് എടുത്തു പറയാൻ കാരണം ആ ക്യാരക്ടേഴ്സിനൊന്നും അങ്ങോട്ട് ത്രോബ് ചെയ്ത് അല്ലെങ്കിൽ ആ പവറിൽ കൊണ്ടുപോകാനായിട്ട് അവരെ കൊണ്ട് കഴിയുന്നില്ല. കാരണം ഇവർ ക്രൈംസ് ഒക്കെ ചെയ്യുന്നൊരു വലിയ വമ്പൻ ടീമുകളാണ്. അതെല്ലാം ഇതൊക്കെ അടിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ആ ഒരു പവർ ആ ക്യാരക്ടേഴ്സിൽ കിട്ടുന്നില്ല. അത് ഇത്തിരി ജീവനറ്റാണ് തോന്നിയത്. ആ സിനിമയ്ക്ക് ഇത്രയും ഭയങ്കര ഗംഭീരമായിട്ട് സിനിമ മറ്റ് ആക്ടേഴ്സ് അങ്ങനെ പെർഫോം ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് ഓപ്പോസിറ്റായിട്ട് വരുന്നതിലും നമ്മളതൊന്ന് പ്രതീക്ഷിക്കാം. അത് ആ ഒരു സാധനം കിട്ടിയില്ല. അതിന് എൻ്റെ മാത്രം തോന്നലായിരിക്കാം. ഞാനിത് എടുത്തു പറയാൻ കാരണം പണിയുന്ന സിനിമയ്ക്കകത്ത് ജോജു എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്, അല്ലെങ്കിൽ ജോജു എന്ന് പറയുന്ന വമ്പൻ നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്കിനെ ഓപ്പോസിറ്റായിട്ട് വരുന്ന രണ്ട് കൊച്ചു പയ്യന്മാരാണ്. പക്ഷേ ആ പയ്യന്മാർ പോലും പെർഫോം ചെയ്ത് അല്ലെങ്കിൽ അവരെ എങ്ങനെ അത്
ഇതിലോട്ട് മോൾഡ് ചെയ്ത് ജോജു അവതരിപ്പിച്ചോ ആപ്തായിരുന്ന സിനിമയുടെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത് വളരെ വീക്കായിട്ട് തോന്നി. അപ്പോൾ ആ കാര്യത്തിൽ ഡയറക്ടറിന് ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു, ഒന്ന് കാസ്റ്റ് മാറ്റി പിടിച്ചാലും മതിയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഔട്ട്ഫിറ്റിനെയൊക്കെ ഒന്ന് മാറ്റി, ഔട്ട്ഫിറ്റിലല്ല കാസ്റ്റിംഗ് ആണ് എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയത്. അപ്പോൾ അത് സംഖ്യ കൂട്ടുന്നതിൽ കാര്യമില്ല, രണ്ടുപേരായിരുന്നാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ടുപേരായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ സിനിമയെ ഒന്നും കൂടെ ലിഫ്റ്റ് ചെയ്തതിനെന്ന് തോന്നി. അപ്പോൾ ഇതൊരു നെഗറ്റീവ് പറയല്ല, എനിക്ക് ആകെ തോന്നിയൊരു പ്രശ്നം ഇതാണ്. ബാക്കിയെല്ലാം ഗംഭീരമാണ്. അപ്പോൾ എന്തായാലും ഔട്ട് ഓഫ് 10 IMDbയിലും മൂവി ബുക്കിങ്ങിലും ഞാൻ 9 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.